ഗൈസ്, ഇന്ന് രാവിലെ ജീവന് 20 നോട്ട് കളഞ്ഞിട്ട് എവിടെ നിന്ന് കിട്ടിയ മറ്റേ അച്ഛന്റെ ഡോറിന്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ യഥാർത്ഥ ഉടമസ്ഥന്റെ 4 മണിക്ക് മുമ്പേ ഇന്ന് കൊടുത്തിരിക്കും. ഞാനും എൻ്റെ ഒരു കൂട്ടുകാർ അർജുൻ എന്ന് പറഞ്ഞ അവനുമായിട്ട് ഇങ്ങനെ വന്നപ്പോൾ അർജുന 20 രൂപ കിട്ടിയത്. അപ്പോൾ അവന് എന്തോ തിരക്കാന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ തന്നിട്ട് പോയി. അപ്പം ഞാൻ ഇങ്ങനെ ഇവിടെ ഓഫീസിൽ ചോദിച്ചപ്പം ആരെയാണെന്ന് അറിയത്തില്ല, ചാരിറ്റി ഇട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, നമുക്ക് ആളിനെ കൊടുക്കാമെന്ന് പറഞ്ഞു, 20 രൂപയല്ലേ കൊടുത്തേക്കാന്ന് പറഞ്ഞേ. അപ്പം അത് കഴിഞ്ഞ് സാറന്മാരോടൊക്കെ ചോദിച്ചിട്ട് സാറന്മാർ CCTV ആക്സസ് നമുക്ക് തരുന്നില്ല. നമുക്ക് തരണ്ട, സാറന്മാർ തപ്പുന്നില്ല. സാറന്മാർ പറയുന്നത് 20 രൂപയല്ലേ, അത് പോട്ടെ, ഞാൻ നാരങ്ങ വെള്ളം കുടിക്കാൻ എടുത്തോളാനാണ് പറയുന്നത്. പക്ഷെ നമ്മൾ അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ പൈസ കൊടുത്തിരിക്കും. പിന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഈ സാർമാരോട് പോയി ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു എന്നാ CCTV ഇപ്പോൾ എടുത്തുതരാൻ പറ്റത്തില്ല, അവരും തിരക്കാം. അവർ ഇങ്ങനെ പറഞ്ഞു പ്രിൻസിപ്പാളിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ അവർ തപ്പിത്തരാം, എത്ര നേരം വേണമെങ്കിലും ഇരിക്കാന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ കുറേ ഇങ്ങനെ ഇവിടെ എല്ലാം തപ്പി നടന്നു കഴിഞ്ഞപ്പോഴാണ് HOD ഇങ്ങനെ പോയി പറഞ്ഞു, മിസ്സേ ഒരു കാര്യമുണ്ട്, നമുക്ക് HOD നേരിട്ട് തപ്പിത്തരാന്നുണ്ടെങ്കിൽ മിസ് പറഞ്ഞു ഇനിയിപ്പോൾ എന്നെ ഡബ്ബ ഞാൻ തപ്പിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ക്ലാസ് കാണാത്തതിന് ധനുഷും ടോമും എൻ്റെ കൂടെ വന്ന്, അങ്ങനെയാണ് ധനുഷാണ് ഇത് സ്റ്റോറി ഇടാൻ വേണ്ടി അവൻ ചുമ്മാ ഒരു എൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ CCTV ക്ലിപ്പൊക്കെ എടുത്ത് ശരിക്കുള്ള ആളെ കിട്ടി, അങ്ങനെ പൈസ കൊണ്ടു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ധനുഷ് ചുമ്മാ എടുത്ത് സ്റ്റോറി ഇട്ടു, അത് പിന്നെ ഇങ്ങനെ വൈറലായി. നമ്മൾ കണ്ടുപിടിച്ചു, ആളെ കിട്ടി, പക്ഷെ ആളെവിടാന്ന് അറിയത്തില്ല. ഇനി നമുക്ക് അടുത്ത ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ യഥാർത്ഥ അവകാശിനെ കണ്ടെത്തിയിരിക്കും. ഇപ്പോൾ നമ്മൾ പൈസ കൊടുക്കുന്നതായിരിക്കും. നമ്മൾ 4 മണിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞത് 12:20 നാരങ്ങ വെള്ളം കുടിക്കാൻ എടുത്തോളാനാണ്. പക്ഷെ നമ്മൾ അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ പൈസ കൊടുക്കും. നമുക്ക് വേണ്ടാത്തത് അർഹതപ്പെട്ടവർക്കാണ് പൈസ. ഷിനോജ് ചേരുന്നുണ്ട് ആ തത്സമയം. ഷിനോജ്, പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, പണ്ടുള്ള ഒരു പറയുമായിരുന്നു, ഈ കളഞ്ഞു കിട്ടിയ പണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യം നഷ്ടപ്പെടുമെന്ന്. അപ്പോൾ ചിലരിതൊന്നും മൈൻഡാക്കാതെ പോക്കറ്റിലാക്കി പോകുന്നവരുണ്ട്. അതേ വശത്ത് ചിലരത് മൈൻഡാക്കാതെ പണം എടുക്കുകയോ കഴിക്കുകയോ എന്തോ ആയിക്കൊള്ളട്ടെ എന്ന് കരുതി അത് അതേപടി ഇടുന്നവരൊരു കൂട്ടരുണ്ട്. പക്ഷെ ഇതൊരു വിദ്യാർത്ഥിയാണ്, ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഒന്നിച്ചാണ് അവർ പണം എത്തിച്ചത്. അവർ പോലും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെ കണ്ടെത്താൻ കഴിയുമെന്ന്. കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അങ്ങേർക്കും വലിയ അത്ഭുതം. കാരണം 20 രൂപയൊക്കെ തരാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഈ കുട്ടികൾ വന്നല്ലോ എന്നുള്ളത്. വിദ്യാർത്ഥികളാണ്, വളർന്നു വരുന്ന പ്രായമാണ്. എന്തായാലും അവരുടെ ഒരു കാര്യത്തെ, ഒരു എഫേർട്ടിനെ എന്തായാലും അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. മിടുക്കരായ കുട്ടികൾ, അവരുടെ വിശേഷങ്ങൾ പറയൂ. ഹിമ, ഈ ജീവൻ ജെയിംസിൻ്റെ ഈ റീല് ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിട്ട് 2-3 ദിവസങ്ങളൊക്കെ ആയി. ഞങ്ങൾ ഈ ജീവനെ തേടിപ്പോകാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ആ റീലിനൊരു നിഷ്കളങ്കതയുണ്ട്, ആ റീലിനൊരു സത്യസന്ധതയുണ്ട്. മറ്റൊന്ന്, ഇത്തരത്തിൽ 10-20 രൂപ നോട്ടൊക്കെ ആദ്യം കളഞ്ഞു കിട്ടുന്ന ആദ്യത്തെ ആളൊന്നുമല്ല ജീവൻ എന്ന് പറയുന്നത്. നമുക്ക് പലർക്കും ഇത്തരത്തിൽ 10-20 റോഡിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ കിടന്ന് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ തന്നെ ഒന്നുകിൽ നമ്മളൊക്കെ അതെടുത്തിട്ട് നാരങ്ങ വെള്ളമൊക്കെ മേടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കും. അപ്പോൾ ഇത്തരത്തിൽ ചെറിയ പൈസ, അത് 10-20 രൂപയുള്ള നോട്ടുകളൊക്കെ തന്നെ കിട്ടുന്ന സമയത്ത് ആരും അത് ഇതിൻ്റെ ഉടമ ആരാണ് എന്ന് കണ്ടെത്താനൊന്നും ആരും മെനക്കെടാറില്ല. അവിടെയാണ് ഇവിടെ ജീവൻ്റെ ഈ പ്രവൃത്തിക്ക്, ഈ റെയിലിന് ഉള്ളൊരു റോളെന്ന് പറയുന്നത്. കാരണം ഒരു 20 രൂപയാണ് കോളേജ് ക്യാമ്പസിൽ കളഞ്ഞു കിട്ടുന്നത്. അത് കണ്ടെത്തുന്നതിന് വേണ്ടി ജീവനും കൂട്ടുകാരും ഒക്കെ എടുക്കുന്ന ഒരു കുറച്ച് സമയം, അതിനു വേണ്ടിയുള്ള കഷ്ടപ്പാട്. ആദ്യം CCTV നോക്കാൻ അധ്യാപകരൊക്കെ ശ്രമിക്കുന്നുണ്ട്, അധ്യാപകരോടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ അധ്യാപകർ തന്നെ അതിന് ശ്രമിക്കുന്നില്ല. കാരണം അധ്യാപകരും പറയുന്നുണ്ട്, ഇത് 20 രൂപയല്ലേ, കൊണ്ടുപോയി ഒന്നുകിൽ നാരങ്ങ മുട്ടായി വാങ്ങിച്ച് കഴിക്കുക, അല്ലെങ്കിൽ പോയി ചാരിറ്റി ബോക്സിലിടാനൊക്കെയാണ് ആദ്യം അധ്യാപകരൊക്കെ പറയുന്നത്. പക്ഷേ ജീവൻ അങ്ങ് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. കാരണം യഥാർത്ഥ ഉടമയെ കണ്ടെത്തണം. ഒരുപക്ഷെ അതൊരു ആ പ്രായത്തിൻ്റേതായിട്ടുള്ളൊരു നിഷ്കളങ്കതയും ആ പ്രായത്തിൻ്റേതായിട്ടുള്ളൊരു കൗതുകമൊക്കെ ആകാം ജീവനെ കൊണ്ട് അതൊക്കെ പറയിക്കുന്നു. പക്ഷേ ജീവനിലൊരു ഇതിൻ്റെ യഥാർത്ഥ ഉടമയെ കണ്ടെത്തണമെന്നൊരു ആഗ്രഹം ജീവനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ HOD പോയി കാണുന്നു, അതിനുശേഷം CCTV ആക്സസ് തേടുന്നു. ഒടുവിൽ യഥാർത്ഥ ഉടമ എന്ന് പറയുന്ന അവസാനം സസ്പെൻസ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു അധ്യാപകൻ തന്നെയായിരുന്നു ഈ പൈസ കളഞ്ഞുപോയ ആളെന്ന് പറയുന്നത്. ഒടുവിൽ അധ്യാപകന് തന്നെയാണ് 20 രൂപ കൊണ്ട് കൊടുക്കുന്നത്. എന്തായാലും 4 മണിക്ക് മുൻപിൽ, വൈകിട്ട് 4 മണിക്ക് മുൻപ് തന്നെ ഇത്തരത്തിൽ പൈസ യഥാർത്ഥ ഉടമയ്ക്ക് കൊടുക്കുമെന്നായിരുന്നു ജീവൻ്റെ വാക്ക് എന്ന് പറയുന്നത്. പക്ഷേ അതിന് മുൻപ് തന്നെ, മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ അധ്യാപകനിൽ പണം എത്തിക്കാൻ ജീവന് കഴിഞ്ഞു. എന്തായാലും 1-2 രൂപയും ചെറുതല്ല. ആ എല്ലാ പണത്തിനും, ചെറിയ നാണയത്തൊട്ടുകളായാൽ പോലും അതിൻ്റേതായ വിലയുണ്ട്, അതിൻ്റേതായ മൂല്യമുണ്ട് എന്ന് കാണിച്ചു തരികയാണ് നമ്മുടെ ചങ്ങനാശ്ശേരിക്കാരനായ ജീവനും കൂട്ടരും. ശരി, എന്തായാലും ഓരോ പണത്തിനും അതിൻ്റെതായിട്ടുള്ള മൂല്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഷിനോജ് കാര്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. നമുക്കൊക്കെ കിട്ടുന്നത്, എനിക്കൊന്നും കഷ്ടകാലത്തിന് ഒരു ചില്ലറ പൈസ പോലും എവിടെ നിന്നും കളഞ്ഞു കിട്ടിയില്ല. ഷിനോജിന് എന്തോ കാര്യമായി കിട്ടിയ മട്ടുണ്ട്. എവിടെന്നെങ്കിലും ഇതുപോലെ പൈസ കളഞ്ഞു കിട്ടിയിട്ടുണ്ടോ?
അല്ലെ ഈ 10-20 നമുക്ക് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബസ്സിലൊക്കെ പോകുന്ന സമയത്തും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിലും റോഡിലൊക്കെ സൈഡിലൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ 10-20 ചെറിയ നോട്ടൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഹിമയ്ക്ക് കിട്ടാത്തത് ഹിമയുടെ മനസ്സിൻ്റെയൊക്കെ നന്മ കൊണ്ടായിരിക്കും. ശരി. അപ്പൊ എന്തായാലും ഷിനോജിന് എന്തോ കാര്യമായി ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. അപ്പൊ എന്തായാലും മിടുക്കരായിട്ടുള്ള കുറച്ച് വിദ്യാർത്ഥികളാണ്. അവരെന്തായാലും അതിന്റെ ഉടമയെ കണ്ടെത്തി. അതൊരു 20 രൂപ നോട്ടാണെങ്കിൽ പോലും അതിന്റെ മൂല്യം അവർ മനസ്സിലാക്കി എന്നുള്ളതാണ്. ഷിനോജാണ് ആ ഒരു വിശേഷങ്ങളും കാഴ്ചയുടെ കഥകളും ഒക്കെ പങ്കുവച്ചത്.